കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. നമസ്കാരം, ഗ്രാമീണ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. കാട് പിടിച്ച തൃപ്പയാറിലെ ട്രാഫിക് സിഗ്നലിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കണ്ണു തുറക്കാതെ അധികൃതർ. യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. പുതുക്കിപ്പണിത ചിറക്കൽ പാലം ബുധനാഴ്ച തുറക്കും. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. താഴ്ന്ന പ്രദേശങ്ങളിൽ കനത്ത വെള്ളക്കെട്ട്. വാർത്തകൾ വിശദമായി നോക്കാം. കാട് പിടിച്ച തൃപ്പയാറിലെ ട്രാഫിക് സിഗ്നലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കണ്ണു തുറക്കാതെ അധികൃതർ. തൃപ്പയാർ ട്രാഫിക് സിഗ്നൽ അപകടക്കെണിയായിട്ട് മാസങ്ങളായി. നിരവധി അപകടങ്ങളാണ് നാളിത്ര വരെയും നടന്നത്. രാത്രിയിലാണ് അപകടങ്ങൾ കൂടുതലും പതിവാകുന്നത്. ട്രാഫിക് സിഗ്നൽ പ്രവർത്തിക്കാതായിട്ട് വർഷങ്ങളായി. 2013 നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ തൃപ്പയാറിന്റെ മുഖച്ഛായ മാറ്റിയ പദ്ധതിയായ ദിശ തെറ്റാത്ത തൃപ്പയാർ എന്ന പേരിൽ ട്രാഫിക് സിഗ്നലും സൗന്ദര്യവൽക്കരണവും നടന്നത്. എന്നാൽ ട്രാഫിക് സിഗ്നലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മറിച്ചാണ്. സെന്ററിന്റെ 3 ഭാഗത്തുള്ള ഡിവൈഡറുകളിൽ പുല്ലും പാഴ്ചെടികളും നിറഞ്ഞ് കാട് പിടിച്ച അവസ്ഥയാണ്. കൂടാതെ ട്രാഫിക് സിഗ്നൽ പോസ്റ്റുകൾ തുരുമ്പ് പിടിച്ച് അടിഭാഗം ഏത് നിമിഷവും മറിഞ്ഞു വീഴാവുന്ന നിലയിലുമാണ്. ട്രാഫിക് സിഗ്നലിലെ ഡിവൈഡറുകൾ വാഹനങ്ങൾ ഇടിച്ച് തകർന്ന നിലയിലായി. ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകളും ലൈറ്റുകളും ഇല്ലാത്ത നിലയിലാണ്. ഇതുമൂലം രാത്രികാലങ്ങളിൽ ഡിവൈഡറുകൾ കാണാൻ പറ്റാത്ത നിലയിലായിട്ടുണ്ട്. ഇത് അപകടത്തിനും ഇടയാക്കുന്നു. അകലെ നിന്നും വരുന്ന വാഹനയാത്രികരാണ് പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. ട്രാഫിക് സിഗ്നലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയവും ഭീകരവുമാണ്. എൻ്റെ പേര് പ്രേംകുമാർ എന്നാണ്. ഞാനിവിടെ ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. നിരവധി രാത്രി കാലങ്ങളിൽ നിരവധി ആക്സിഡൻറ്റുകൾ ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളെ കോടിയെത്തുകയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതിനാലും പിന്നെ നമ്മുടെ അധികാരികളെ ഒരു അശ്രദ്ധ ഇതിൽ പറയാൻ മാത്രമായിട്ടുള്ള ഹൈമാക്സ് ലൈറ്റ് കത്തുന്നില്ല. തൃപ്പയാർ ഇത്രയും വലിയ ജംഗ്ഷനായിട്ട് ലൈറ്റുകളൊന്നും കത്തുന്നില്ല. അത്യാവശ്യം സിഗ്നൽ ലൈറ്റ് പോലും ഇല്ല. ഒരു റിഫ്ലക്ഷൻ ഉള്ള എന്തെങ്കിലും ലൈറ്റുകളോ എന്തെങ്കിലും. പിന്നെ അവിടെ നമ്മുടെ ഹൈവേയുടെ ഒത്ത നടുവിൽ തന്നെയായിട്ട് പുല്ലുകൾ വളർന്നു നിൽക്കുന്നുണ്ട്. അതൊരു അശ്രദ്ധമായൊരു കാര്യങ്ങളാണ്. അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി അതൊരു നല്ല കാര്യമായിട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുൻപത്തെ സിഗ്നൽ ലൈറ്റിൻ്റെ ഉണ്ടായിരുന്നു. അതിൻ്റെ പൈപ്പ് മുഴുവൻ അപകടാവസ്ഥയിലാണ്. ആ പൈപ്പ് മൊത്തം ഹോളായിട്ട് ഇനി അടുത്ത ദുരന്തം അതാവാതിരിക്കട്ടെ. നമുക്ക് എല്ലാ അധികാരികളും കണ്ണു തുറന്ന് ഉടനടി ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഒരു അപകടം വന്നതിന് ശേഷം ചെയ്തിട്ട് കാര്യമില്ല. ഇനി അടുത്ത ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപ് ചെയ്താൽ വളരെ നന്നായിരിക്കും. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 8:45 സമയത്ത് ഒരു യുവതിയുടെ മേത്ത് വാഹനാപകടം ലോറിയും സ്കൂട്ടറായിട്ട് ഇടിച്ച് വലിയ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അതേ ഡിവൈഡറിൻ്റെ ഒരു അനാസ്ഥ മൂലം തന്നെയാണ്. ആ ഡിവൈഡർ എപ്പോഴും വേഗം പൊളിച്ച് നീക്കി റോഡെന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതിപ്പോൾ അവിടെ പുല്ല് മുളച്ച് നിൽക്കുകയാണ്. എല്ലാ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു അറിയിപ്പായിട്ടാണ്. തൃപ്പയാർ സെന്ററിലെ ഹൈമാസ്റ്റ് കാണാതായിട്ട് മാസങ്ങളായി. ഇതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. തൃപ്പയാർ സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വെളിച്ചമാണ് രാത്രിയിൽ വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും ചെറിയ ആശ്വാസം. എന്നാൽ 10 മണിക്ക് ശേഷം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു കഴിഞ്ഞാൽ കൂരിരുട്ടിലാകും തൃപ്പയാർ സെന്റർ. ഇക്കഴിഞ്ഞ ദിവസമാണ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ശരീരത്തിലൂടെ ലോറി കയറിയിറങ്ങി ചന്ദ്രാപ്പിനി സ്വദേശിയായ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഡിവൈഡറിനും ലോറിക്കും ഇടയിൽ വെച്ച് സ്കൂട്ടർ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇനി ഒരു അപകടം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ തൃപ്പയാർ സെന്ററിലെ ട്രാഫിക് സിഗ്നൽ അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കുക, തൃപ്പയാർ സെന്ററിലെ ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തിപ്പിക്കുക എന്നിവയാണ് നാട്ടുകാരുടെ ആവശ്യം. ചിറക്കൽ പാലം പൊതുഗതാഗതത്തിനായി ബുധനാഴ്ച മുതൽ തുറന്നുകൊടുക്കും. ചൊവ്വാഴ്ച ചാഴൂർ പഞ്ചായത്ത് ഹാളിൽ വെച്ച് CC മുകുന്ദൻ MLA യുടെ അധ്യക്ഷതയിൽ ചേർന്ന
ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ വെച്ചാണ് പാലം തുറന്നുകൊടുക്കാൻ തീരുമാനമായത്. ചെറക്കൽ പാലത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്കായി 2021 530 ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതിയും 2023 529 ലക്ഷം രൂപയ്ക്ക് സാങ്കേതിക അനുമതിയും ലഭിച്ചിരുന്നു. 2024 താൽക്കാലിക ബണ്ട് റോഡിലൂടെ ഗതാഗതം കടത്തിവിട്ടുകൊണ്ട് പഴയ പാലം പൊളിക്കാൻ ആരംഭിക്കുകയും കാൽനടയാത്രയ്ക്കായി താൽക്കാലിക നടപ്പാലവും നിർമ്മിക്കുകയും ചെയ്തിരുന്നു. പുതിയ പാലത്തിന്റെ പൈലുകൾ സ്ഥാപിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിട്ടതുമൂലം നിർമ്മാണം വൈകി. സ്ലാബും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നതിന് ബണ്ട് റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സമായതിനാൽ ബണ്ട് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ പാലത്തിലൂടെയുള്ള ഗതാഗതം സാധ്യമാക്കുന്നതിനാവശ്യമായ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പുഴയുടെ സംരക്ഷണ ഭിത്തി, പെയിന്റിംഗ്, ഇന്റർലോക്കിംഗ്, ഫുട്പാത്ത് ടൈൽ വിരിക്കൽ എന്നീ പ്രവൃത്തികളാണ് ബാക്കിയുള്ളത്. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് കള്ളക്കേസെടുത്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് LDF നാട്ടിക മണ്ഡലം കമ്മിറ്റി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പഴുവിൽ സെന്ററിൽ നടന്ന പൊതുയോഗം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇത് ഇന്ത്യയിൽ ഏതെങ്കിലും വിധത്തിൽ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ രാജ്യത്തെ സംഘപരിവാര കൂട്ടം അതിഭീകരമായി നടത്തുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ എല്ലാ വിധത്തിലുമുള്ള സ്പോൺസർമാരായി മാറിയിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടമാണ് എന്ന് നാം കാണുകയാണ്. ഒസ്റ്റിമാഷ് ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചു. ആ ഒറ്റപ്പെട്ട ചില ഉദാഹരണങ്ങൾ മാത്രമല്ല, അധികാരമേറ്റെടുത്ത കാലം മുതൽ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്ന് പറയുന്നത് പോലെ ഭരണകൂടം നേരിട്ട് നേതൃത്വം നൽകുന്ന ഭീകരവാദത്തിന്റെ ഇരകളായി. CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, LDF മണ്ഡലം കൺവീനർ KM ജയദേവൻ, NCP മണ്ഡലം പ്രസിഡന്റ് ധർമ്മരാജൻ പൊറ്റേക്കാട്ട്, ജനതാദൾ S ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൺമുഖൻ വടക്കുംപറമ്പിൽ, LDF നാട്ടിക മണ്ഡലം കൺവീനർ KM ജയദേവൻ, NCP മണ്ഡലം പ്രസിഡന്റ് ധർമ്മരാജൻ പൊറ്റേക്കാട്ട്, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഓസ്റ്റിൻ പോൾ, CA ശങ്കരൻ എന്നിവർ സംസാരിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, CPI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷീല വിജയകുമാർ, KP സന്ദീപ്, CPI മണ്ഡലം സെക്രട്ടറിമാരായ KK ജോബി, KM കിഷോർ കുമാർ എന്നിവരും സംബന്ധിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിലടച്ച BJP സർക്കാരിന്റെ തെറ്റായ നയത്തിനെതിരെ LDF മണലൂർ മണ്ഡലം കമ്മിറ്റി കണ്ടശങ്കടവിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. എന്താണ് ഇന്ത്യയുടെ ചരിത്രം എന്ന് നിങ്ങൾക്കറിയാം. ആയിരത്താണ്ടുകളായി ഇന്ത്യയിൽ മതനിരപേക്ഷത നിലനിന്നിരുന്ന രാഷ്ട്രമാണ്. ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള ഏതു മതവും അതിൻ്റെ അനുയായികൾ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലില്ലാത്ത ഒരു മതവിഭാഗവും ലോകത്തിന്റെ ഒരു ഭാഗത്തും കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. സ്വന്തം മാതൃരാജ്യത്ത് ആട്ടിയോടിക്കപ്പെട്ടപ്പോൾ ഗ്യാസ് ചേംബറുകളിൽ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ എങ്ങനെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഓടിപ്പോയ ആളുകളെ കുറിച്ച് ആര് മറന്നാലും ഈ പ്രദേശത്തെ ക്രൈസ്തവ സഹോദരന്മാർ മറക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ അധ്യക്ഷനായി. CPI മണ്ഡലം സെക്രട്ടറി VR മനോജ്, CPI സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, RJD ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അജി ഫ്രാൻസിസ്, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, NCP മണ്ഡലം പ്രസിഡന്റ് റജീബ് എന്നിവർ സംസാരിച്ചു. യോഗത്തിന് ശേഷം പ്രതിഷേധ ജ്വാലയും തെളിയിച്ചു. കാരമുക്കിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. 3 അംഗ കുടുംബം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മണലൂർ പഞ്ചായത്ത് കാരമുക്ക് 17-ാം വാർഡിലാണ് അപകടമുണ്ടായത്. പച്ചാമ്പള്ളി അർജുനന്റെ ഓടിട്ട വീടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. വീടിന്റെ ഉള്ളിലുണ്ടായിരുന്ന അർജുനനും ഭാര്യയും മകനും ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ KCBC മധ്യവിരുദ്ധ സമിതിയുടെയും മഹിമ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശ്രവണ പരിശോധനയും കുട്ടികളിലുള്ള പഠന സംസാര വൈകല്യങ്ങളുടെ സൗജന്യ പരിശോധനയും സംഘടിപ്പിച്ചു. ഫാദർ ജെൻസ് തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട് അധ്യക്ഷനായി. സെന്റർ ഹെഡ് ജോസഫിന്റെ നേതൃത്വത്തിൽ സൈക്യാട്രി കൗൺസിലർ ആഷ്മി പ്രകാശ്, ഓഡിയോളജിസ്റ്റ് അക്ഷയ, ജിഷ്ണു പ്രകാശ് എന്നിവർ ക്യാമ്പുകൾ നയിച്ചു. ഷീന ജോസ്, ക്ലീൻസ് പോൾസൺ,
കൈക്കാരൻ സിജോ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. തൃപ്പയാറിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച യുവതിക്ക് ഗുരുതര പരിക്കേറ്റു. ചന്ദ്രാപിനി സ്വദേശി കോമരത്ത് സോമന്റെ മകൾ സിഞ്ചുവിനാണ് പരിക്കേറ്റത്. തൃപ്പയാർ സെന്ററിൽ തിങ്കളാഴ്ച രാത്രി 8:45 കൂടിയാണ് അപകടമുണ്ടായത്. തൃപ്പയാർ സെന്ററിന് തെക്ക് ഭാഗത്തു നിന്നും വരികയായിരുന്ന ചരക്ക് ലോറിയുടെ വശത്ത് പിറകിൽ നിന്നും വരികയായിരുന്ന സ്കൂട്ടർ തട്ടി വീഴുകയായിരുന്നു. യുവതിയും സുഹൃത്തുമായിരുന്നു സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത്. വീഴ്ചയിൽ ലോറിയുടെ അടിയിലേക്ക് വീണ യുവതിയുടെ ശരീരത്തിലൂടെ പിൻചക്രം കയറിയിറങ്ങുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ യുവതിയെ തൃപ്പയാർ എക്സ് പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. ഹരിത കേരളം മിഷൻ ഒരു തൈ നടാം 1 കോടി വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ വലപ്പാട് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരളം മിഷൻ തളിക്കുളം ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ TV വൈഷ്ണവ് പദ്ധതി വിശദീകരണം നടത്തി. PTA പ്രസിഡന്റ് ഷെഫീഖ് അധ്യക്ഷനായി.
പ്രധാനാധ്യാപിക ഷീജ, സുദർശിനി, സജിത, ഷീജ, ഹരിതസേന കോർഡിനേറ്റർ ബേബി എന്നിവർ സംസാരിച്ചു. കുട്ടികൾ കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ ചങ്ങാതിമാർക്ക് കൈമാറി. മണലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയുടെ മുന്നോടിയായി സ്കൂൾ തല തത്സമയ മത്സരം സംഘടിപ്പിച്ചു. ബീഡ്സ് വർക്ക്, പാവനിർമ്മാണം, പാഴ്വസ്തുക്കൾ കൊണ്ട് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, ചിത്രത്തുന്നൽ, വെജിറ്റബിൾ പ്രിന്റിംഗ്, ക്ലേ മോഡലിംഗ്, പേപ്പർ ക്രാഫ്റ്റ്, ഒറിഗാമി തുടങ്ങിയ മത്സരങ്ങൾ നടത്തി. മത്സരത്തിൽ വിജയിച്ചവരെ പരിശീലനം നൽകി ഉപജില്ലാതല മത്സരത്തിൽ പങ്കെടുപ്പിക്കും. കയ്പമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോ ടാക്സിക്ക് മുകളിൽ തെങ്ങ് വീണു. ഓട്ടോ ടാക്സിയിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ കയ്പമംഗലം ഫിഷറീസ് സ്കൂളിന് സമീപം വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലായിരുന്നു അപകടം. യാത്രക്കാരുമായി തളിക്കുളത്തു നിന്ന് എസംപുരത്തേക്ക് പോയിരുന്ന ഓട്ടോ ടാക്സിക്ക് മുകളിലാണ് തെങ്ങ് വീണത്. ഡ്രൈവറും യാത്രക്കാരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഓട്ടോ ടാക്സിയുടെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. എസംപുരം സ്വദേശി ഉണ്ണികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഓട്ടോ ടാക്സി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഫിറ്റ്നസ് സെന്ററിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് ഹാളിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചിട്ടുള്ളത്. കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയത്തങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജകുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, പഞ്ചായത്ത് സെക്രട്ടറി PV ഷാബു തുടങ്ങിയവർ സംസാരിച്ചു. 35 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ഒരു കണക്കെടുത്തപ്പോൾ ഈ 35 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള നമ്മുടെ ഒരു 10-25% ആളുകളിൽ ഡയബറ്റിക്കായ രോഗികൾ നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. കൊളസ്ട്രോള് വലിയ തോതിലുണ്ട്. പ്രഷർ പലർക്കും വലിയ തോതിലുണ്ട്. ഈ കൊളസ്ട്രോളും പ്രഷറും ഡയബറ്റിക്കും ഒക്കെ ആയതുകൊണ്ട് തന്നെ പലരും മറ്റു പല രോഗങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുകയാണ്. കിഡ്നി രോഗം വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ ഹൃദയാഘാതം വല്ലാത്ത തരത്തിലുണ്ടാകുന്നു. കൃത്യതയോടുകൂടി വ്യായാമമില്ലാത്തതുകൊണ്ട് സ്ട്രോക്ക് അടക്കമുള്ള മറ്റു പല രോഗങ്ങൾ. താന്നി ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പറുടെ അനാസ്ഥയ്ക്കെതിരെ CPI കിഴക്കുമുറി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗവും പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗവുമായ ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. 2005 തെരഞ്ഞെടുപ്പിലും 2010-ലും 2015-ലുമെല്ലാം ഈ വാർഡിനെ അംഗീകരിച്ച് CPIയുടെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചു വന്നത്. ആ കാലഘട്ടത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളല്ലാതെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ UDF മെമ്പറായിട്ടുള്ള ശ്രീമാൻ ആൻഡോ തൊറയിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങൾ കണ്ടതാണ്. വോട്ട് വാങ്ങുന്നതിന് വേണ്ടി വോട്ടർമാർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ ജയിച്ചു വന്ന 100 ദിവസത്തിനുള്ളിൽ നമ്മുടെ എറണാകുളത്ത് മംഗലത്ത് റോഡടക്കം വായനശാല ATC റോഡ്, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി റോഡ്, ഈ റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് മോഹന വാഗ്ദാനം നൽകിക്കൊണ്ട് വോട്ടർമാരുടെ വോട്ട് വാങ്ങി ജയിച്ചു വന്ന മെമ്പർ എന്താണ് ചെയ്തത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. സെക്രട്ടേറിയറ്റ് അംഗം PK ശ്രീജി, LC അംഗം ദീപ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ അൺഎയ്ഡഡ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. എടമുട്ടം പുളിച്ചോട് റഹി കൺവെൻഷൻ സെന്ററിൽ നടന്ന ക്ലാസിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് MD സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ VB സജിത്ത്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, അധ്യാപകർ തുടങ്ങിയവർ സംബന്ധിച്ചു. റേഡിയോ ജോക്കിയും ഹിപ്നോട്ടിസ്റ്റും അധ്യാപകനുമായ RJ ശരത് കൗൺസിലിംഗ് ക്ലാസ് നയിച്ചു. +1 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. അധ്യാപകർ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കണം. വളരെ കുറച്ച് നമ്മളൊക്കെ പഠിക്കുമ്പോൾ കുറേ മാഷന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ സ്കൂളിലൊക്കെ ഒരു മാഷെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ വളരെ കുറവാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ കുറച്ചും കൂടെ അധ്യാപകരുണ്ടെന്ന് തോന്നുന്നു. എനിവേസ് അതോടെ നിൽക്കട്ടെ. എത്ര ആമ്പിള്ളേർക്ക് വലുതാവുമ്പോൾ അധ്യാപകരാണെന്ന് ആഗ്രഹമുണ്ട്? ഓ അയ്യോ, ഒരു കുട്ടി എഴുതിട്ട് പോലെ
എന്നിട്ട് ചോദ്യം കേട്ടില്ല സാർ. അല്ല, മോന് മാഷാവണോ? കൈയടിച്ചേ. കൺഗ്രാജുലേഷൻ മോനെ, താങ്ക് യു. ഏറ്റവും നല്ല അധ്യാപകനായിട്ട് നിനക്ക് മാറാൻ പറ്റട്ടെ. ഇരുന്നോളൂ. യെസ്. ഈ അടുത്ത കാലത്ത് ഇത് വന്നിട്ടില്ല ഇങ്ങനത്തെ ഒരു ഉത്തരം. യെസ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ടേണിംഗ് പോയിന്റുകളെ നോക്കിയിരുന്ന് മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിച്ച് മരിച്ചു പോകുന്ന കുറേ മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഖലീൽ ജിബ്രാൻ പറയുന്നൊരു വാക്കുണ്ട്, യുവർ ചിൽഡ്രൻസ് ആർ നോട്ട് ഫ്രം യു, ദേ ആർ ഓൺലി ത്രൂ യു. നിങ്ങളുടെ മക്കളെല്ലാം നിങ്ങളിൽ നിന്നുണ്ടായതാണ്. എൻ്റെ മകൻ എന്നിൽ നിന്നുണ്ടായ അല്ലടോ, നിങ്ങൾ അവരുണ്ടാകാനായിട്ടുള്ളൊരു ഉപകരണം മാത്രമായിരുന്നു. പ്രവാചകൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിലെ ദൈവ നിക്ഷേപങ്ങളാകുന്നു നിങ്ങളുടെ മക്കൾ. തൃപ്പയാറിൽ കനത്ത കാറ്റിലും മഴയിലും മരം വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണു. തൃപ്പയാർ ബീച്ച്, കള്ളിഷാപ്പിന് പരിസരം പനക്കൽ വിനോദിന്റെ വീടിന്റെ മുകളിലേക്കാണ് സമീപത്തെ വീട്ടിലെ മരം കടപുഴകി വീണത്. റോഡിലെ 11 kV വൈദ്യുതി ലൈനിന് മുകളിലേക്കും വീടിന് മുകളിലേക്കും വീണ മരം വൈദ്യുതി കമ്പിയിൽ തങ്ങി നിന്നത് മൂലം വീടിന് അധികം നാശനഷ്ടമുണ്ടായില്ല. വീടിന് മുകളിലെ ഷീറ്റ് തകർന്നിട്ടുണ്ട്. കയ്പമംഗലം കാക്കാത്തിരുത്തി തനുശ്രീ അംഗൻവാടിയിൽ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നു. കയ്പമംഗലം 9-ാം വാർഡിലെ തനുശ്രീ അംഗൻവാടിയിൽ കുടിവെള്ളമില്ലാതായിട്ട് 4 മാസത്തോളമായി. 12ഓളം കുട്ടികളാണ് അംഗൻവാടിയിലുള്ളത്. ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. നാട്ടിക ഫാർക്ക ശുദ്ധജല പദ്ധതി മുഖേനയാണ് അംഗൻവാടിയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. എന്നാൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് അംഗൻവാടിയിലേക്കുള്ള വെള്ളം കിട്ടാതായി. വർഷങ്ങൾക്ക് മുമ്പ് കാന പണിതപ്പോൾ കുടിവെള്ള വിതരണ പൈപ്പ് കാനയ്ക്കടിയിൽ പോയതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നു. കോൺക്രീറ്റ് കാന പൊളിച്ച് പൈപ്പ് ശരിയാക്കേണ്ട സ്ഥിതിയായതോടെ വാട്ടർ അതോറിറ്റി കണക്ഷൻ സ്റ്റോപ്പർ ഇട്ട് നിർത്തുകയായിരുന്നു. പകരം അംഗൻവാടിക്ക് സമീപം പൊതു ടാപ്പ് സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ പല ദിവസങ്ങളിലും വെള്ളമില്ലാതായതോടെ ആഴ്ചയിൽ 400 രൂപ കൊടുത്ത് വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയാണെന്ന് അംഗൻവാടി വർക്കർ സിന്ധു പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ തൊട്ടടുത്തുള്ള കാനയുടെ അടിയിൽ കൂടിയാണ് നമ്മുടെ അംഗൻവാടിയിലേക്ക് വെള്ളം വന്നിരുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ കുട്ടികളുടെ രക്ഷിതാക്കൾ അതറിയുകയും എല്ലാവരും കൂടി അതിനെ എതിർക്കുകയും ചെയ്തപ്പോൾ വാട്ടർ അതോറിറ്റി വന്നിട്ട് അത് സ്റ്റോപ്പർ ഇട്ട് അടയ്ക്കുകയും ചെയ്തത്. 4 മാസത്തോളമായി അംഗൻവാടിക്ക് വണ്ടിക്ക് വെള്ളം അടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസത്തിൽ 4-5 തവണ നമ്മൾക്ക് വെള്ളം അടിക്കേണ്ടി വരുന്നുണ്ട്. ഒരു വെള്ളം വണ്ടി വരുമ്പോൾ 400 രൂപ എടുത്ത് കൊടുത്തിട്ടാണ് അവരടിച്ചു തരുന്നത്. അത് ഒരുപാട് പൈസ നമ്മുടെ ടീച്ചർമാർ കയ്യിൽ നിന്നായാലും ഇത് ചിലവാക്കുന്നുണ്ട്. വെള്ളമില്ലാത്ത ചില ദിവസങ്ങളിൽ ഇന്നലെ ഇപ്പം ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഞങ്ങൾ രാവിലെ വന്നപ്പോൾ വെള്ളം ഇല്ലായിരുന്നു. വണ്ടി വിളിച്ച് പറഞ്ഞപ്പോൾ അവർ ഓട്ടത്തിലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് വണ്ടി വന്നത്. അപ്പോഴേക്കും നമുക്ക് ഉണ്ടായിരുന്ന വെള്ളം എടുത്ത് ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യും. കുട്ടികൾക്ക് ഇപ്പം ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വെള്ളം ഇല്ലാണ്ട് വന്നപ്പോൾ ഹെൽപ്പർ പുഴയിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരേണ്ട ഒരു അവസ്ഥ വന്നു. അംഗൻവാടിയിലേക്കും തൊട്ടടുത്ത നഗറിലേക്കുമുള്ള കുടിവെള്ള വിതരണ പൈപ്പ് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടെന്നും ഇതിനുള്ള ഫണ്ട് പഞ്ചായത്ത് നൽകണമെന്നുമാണ് വാട്ടർ അതോറിറ്റിയുടെ വാദം. ഇതിനായി 4 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വാട്ടർ അതോറിറ്റി പഞ്ചായത്തിന് നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇത്രയും തുകയുടെ ആവശ്യമില്ലെന്നും പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ 1.5 ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും ഏറ്റവും വേഗത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിവരികയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വാർഡ് മെമ്പർ BB ഷെഫീഖ് എന്നിവർ പറഞ്ഞു. കാക്കാത്തിരുത്തി തനുശ്രീ അംഗൻവാടിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPI കാക്കാത്തിരുത്തി ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായി നിർമ്മിച്ച കാന പൊളിച്ചു പണിയണമെന്നും അംഗൻവാടിയിൽ വാട്ടർ ടാപ്പ് പുതിയത് സ്ഥാപിക്കണമെന്നും പ്രതിഷേധക്കാർ അധികാരികളോട് ആവശ്യപ്പെട്ടു. CPI കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി ER ജോഷി ഉദ്ഘാടനം ചെയ്തു. PK റഹീം അധ്യക്ഷത വഹിച്ചു. നൌഷാദ് കില്ലാടി, അജിത് കൃഷ്ണൻ, ES സതീശൻ, അഷ്റഫ് തണ്ടാശ്ശേരി, സജിനി എന്നിവർ സംസാരിച്ചു. വരുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്, ചെറിയ കുട്ടികളാണ്, പിഞ്ചു കുട്ടികളാണ്. അവർക്ക് കുടിവെള്ളം ലഭ്യമാക്കാനായിട്ട് ഏത് തരത്തിലുള്ള അധികാരികളും അതിന് ശ്രമിക്കണം. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കാട് പിടിച്ച തൃപ്പയാറിലെ ട്രാഫിക് സിഗ്നലിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കണ്ണു തുറക്കാതെ അധികൃതർ. യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. പുതുക്കി പണിത ചിറക്കൽ പാലം ബുധനാഴ്ച തുറക്കും. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. താഴ്ന്ന പ്രദേശങ്ങളിൽ കനത്ത വെള്ളക്കെട്ട്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.